So chapter number 6, work, energy, power. ഇപ്പം ഒരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക, ഇവിടെയാണ് ഒരു ബോഡി ഇരിക്കുന്നത്. ലെറ്റ് കൺസിഡർ ഹിയർ ദെയർ ഈസ് എ ബോഡി വിത്ത് മാസ് എം. അത് ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന് താഴത്തേക്ക് ഒരു വെയിറ്റ് ഉണ്ട്, എം ഇൻറ്റു ജി താഴത്തേക്ക് ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുക, എഫ്. അപ്പൊ ഈ ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? എപ്പോഴാണോ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയും വെയിറ്റിനെയും ഓവർകം ചെയ്യുന്നത്, അപ്പൊ എന്നാ പറ്റും? ഈ ബോഡിക്ക് ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്. There is a displacement of a particle under the influence of a force. The displacement of a body. ഇവിടെ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ബോഡി എന്ന് പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഇതിനകത്തെ ഓരോ മോളിക്യൂളിനെയും പാർട്ടിക്കിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ the displacement of a particle under the application of external force, that is called a work. അപ്പൊ വർക്ക് എന്ന് പറയുന്നത്, ലെറ്റ് കൺസിഡർ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെന്നിരിക്കട്ടെ. ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ അത് വെക്ടർ, ഫോഴ്സ് അതും വെക്ടർ. സോ ദ ഇക്വേഷൻ ഫോർ വർക്ക് W is equal to F dot S. അങ്ങനെയെങ്കിൽ we can write it as A dot B യുടെ ഇക്വേഷൻ എന്നാണ് കാർത്തി? A dot B is equal to A dot B is equal to AB cos theta. വെരി ഗുഡ്, AB cos theta. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? F dot S is equal to F S cos theta. അതാണ് വർക്കിന്റെ ഇക്വേഷൻ. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഇവിടെ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുത്തേ അല്ലേ? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ സ്കെയിലാർ പ്രൊഡക്റ്റ്, എ ക്രോസ് ബി ആണ് വെക്ടർ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ദ വാല്യൂ ഓഫ് വർക്ക് ദാറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് SI യൂണിറ്റ്? വർക്കിന്റെ യൂണിറ്റ് എന്നാണ്? എഴുതാം. വർക്കിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചേ പെട്ടെന്ന്, ചോദിക്കാൻ പരീക്ഷയ്ക്ക്. യൂണിറ്റ് നമ്പർ 1 നമ്മൾ പഠിച്ച ഡയമെൻഷൻ ഓഫ് വർക്ക്. വർക്കിന്റെ ഡയമെൻഷൻ എന്നാണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ ml² T raised to minus T raised to അതേ ഇൻറ്റു L വരും. സോ ml² T raised to -2. ശരിയാണോ? അന്ന് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, വർക്കും എനർജിയുടെയും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? സെയിം ആണ്, ml² T raised to -2. അങ്ങനെയെങ്കിൽ എനർജിയുടെ SI യൂണിറ്റ് എന്നാണ്? എനർജിയുടെ SI യൂണിറ്റ് എന്നാ ഉണ്ട്? So the SI unit of work or energy, that is joule. ഇത്രയാണ് വർക്കിനെ കുറിച്ച് ആദ്യം പറയാനുള്ള കാര്യം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്നാണ്? The displacement of a particle under the action of a force. ഇത്ര എഴുതിയാൽ മതി. സെന്റൻസ് വേണോ നിങ്ങൾക്ക്? The work is defined as the displacement for a particle of a body under the
action of a force. എഴുതിയെല്ലാം എഴുതി കഴിയുമ്പം പറയണം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് വർക്ക് 3 തരമുണ്ട്. ഓക്കെ, ആക്ച്വലി പോസിറ്റീവ് വർക്കുണ്ട്, 0 വർക്കുണ്ട്, അല്ലെ ഒന്നും ചെയ്യുന്നില്ല. മൂന്നാമത്തെ കേസാണ് നെഗറ്റീവ് വർക്ക്. പറഞ്ഞുതരാം. ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ എഴുതിയേ എഫ് ഡോട്ട് എസ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഞാൻ ചോദിക്കട്ടെ, കോസ് 0 എത്രയാണ്? തീർന്നു. കോസ് 0 കോസ് 0 കോസ് 0 എത്രയാ? ആ 1. ഞാൻ തന്നെ പഠിപ്പിച്ച ഇത് എഴുതാൻ വേണ്ടി ഒരു എളുപ്പ വഴി ഞാൻ 1 2 3 4 എന്നൊക്കെ എഴുതി തന്നതല്ലേ? കോസ് 90 എത്രയാ? സീറോ. കോസ് 180 എത്രയാ? -1. ഇത്രയും പഠിക്കണം. പഠിക്കാൻ ഞാൻ അന്ന് പറഞ്ഞ പോലെ നമ്മൾ 0 0 ആയെങ്കിൽ, അതായത് 1 2 3 4 എന്ന് എഴുതുക. എല്ലാം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/4 2/4 3/4 4/4 30 45 60 90. അല്ല, 0 വേണം. 0/4. ഇങ്ങനെ 0 1 2 3 4 എന്ന് എഴുതുക കേട്ടോ. മനസ്സിലായില്ലേ? ഹലോ, എല്ലാം അതിനെ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. ഇത് 0 ആയി. 1/4ന്റെ റൂട്ട് 1/2. ഇതും വെട്ടിക്കഴിഞ്ഞാൽ താഴെ ഒരു 2 ഉള്ളൂ. 1/√2. 2 താഴെ വരും. മോളിൽ √3/2. ഇത് 1. ശരിയല്ലേ? ഇതാണ് സൈൻ്റെ വാല്യൂ. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 91. ഇത് നേരെ തലതിരിച്ചിടുമ്പോൾ കോസ് ആവും. അപ്പൊ കോസ് 0 എത്രയാവും? ഇവിടുന്ന് ഇങ്ങോട്ട് 1 √3/2 1/√2 1/2 0. മനസ്സിലായോ? ഇതൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള. ഞാനൊന്ന് പറഞ്ഞ എൻട്രൻസിനൊക്കെ പോകുമ്പം പെട്ടെന്ന് ചെയ്തു നോക്കാൻ ആവശ്യം വരുമെന്നൊക്കെ. എവിടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 180യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു വാക്യമാണ് സൈൻ n പൈ. പൈ എന്ന് പറഞ്ഞാൽ 180 എന്നാ കേട്ടോ. പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആംഗിൾ? π/2 90, പൈ 180. അപ്പം സൈൻ n പൈ, സൈൻ്റെ എല്ലാം 0 ആയിരിക്കും. സൈൻ 1π ആണേലും 2π ആണേലും സൈൻ 150 സൈൻ 360 എല്ലാം 0. കോസ് n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n. അപ്പൊ കോസ് 180 എന്ന് പറഞ്ഞാലോ 1 × π എന്നല്ലേ? അപ്പൊ -1/1 that is equal to -1. കണ്ടോ? അപ്പൊ കോസ് 360 എത്രയാവും? that is equal to cos 2 × 180 that is equal to -1/2 that is equal to +1. അപ്പം 2 3 36. ഇനി 540.
അത് -1 ആകും. അങ്ങനെ ഓരോന്ന്. cos 1 pi, അതായത് cos pi -1, cos 2 pi +1, cos 3 pi -1, cos 4 pi +1, cos 5 pi -1, cos 6 pi +1. എല്ലാ ഓടും -1 ആയിരിക്കും, എല്ലാ ഈവനും +1 ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ വാല്യൂ പഠിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് എളുപ്പമായത് -1 ആയി. അപ്പൊ നോക്കിയേ, ഈ തീറ്റയുടെ വാല്യൂ 0 മുതൽ 90 വരെ ആകുന്ന കേസിൽ വർക്ക് പോസിറ്റീവാണ് അല്ലേ? 1 ഇങ്ങനെ കുറഞ്ഞു 0 വരും. കൃത്യം 90 വരുമ്പം വർക്ക് എത്രയാവും? cos 90 0 ആയി. ഇനി 90 മുതൽ -0.0 -0. അങ്ങനെ വന്ന് -1 വരെയുള്ള എല്ലാ കേസിലും വർക്ക് നെഗറ്റീവ് ആയി. ഓക്കെ, cos 0 മുതൽ cos 89.999 അവിടം വരെ വർക്ക് പോസിറ്റീവ്. അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വർക്ക് 0, and 92 theta greater than 0 less than 90 work positive. Theta equal to 90 work 0. Theta 90യേക്കാൾ കൂടുതലും 180യേക്കാൾ താഴെയുമാണെങ്കിൽ വർക്ക് നെഗറ്റീവ്. മനസ്സിലായോ? വർക്ക് എത്ര തരമുണ്ട്? പോസിറ്റീവ് വർക്ക്, 0 വർക്ക്, നെഗറ്റീവ് വർക്ക്. എഴുതിയെടുത്തേ. അതായത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഒരാൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്ലൈഡ് എ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കേഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. മനസ്സിലായോ? അപ്ലൈഡ് ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടായി. വാട്ട് ഈസ് ദ വർക്ക്? ടോട്ടൽ വർക്ക് എത്രയാണ്? വർക്ക് ഈസ് ഈക്വൽ ടു F dot S, that is equal to F dot S, Fs cos theta. ഒരേ ഡയറക്ഷനിലാണ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു, അങ്ങോട്ട് തന്നെ പോയി. തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0 അല്ലേ? ആംഗിൾ വ്യത്യാസം ഇല്ല. ഞാൻ ഇങ്ങനെ വരച്ചെന്ന് കയറി തീറ്റ ഉണ്ടെന്ന് പറയില്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പറയും. വായിച്ചേട്ടെ. തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0. അപ്പൊ cos 0 എത്രയായി? cos 0 എത്രയായി? Fs cos 0. cos 0 വാല്യൂ എത്രയാണെന്ന് ഇപ്പൊ പറഞ്ഞോളൂ ഞാൻ. 1. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? Fs, that is a maximum force. Sorry, maximum work. രണ്ടാമത്തെ കേസ്, മുമ്പേ തീറ്റ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതെങ്കിൽ, നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരാള് തലയിൽ സാധനം വെച്ച് നേരെ നടന്നു പോവുക. അപ്പം നമ്മുടെ ഫോഴ്സ് എങ്ങോട്ടാണ് ഇരിക്കുന്നത്? മുകളിലോട്ടായിരിക്കണം അല്ലേ?
നമ്മൾ നടക്കുന്നതോ ഇങ്ങോട്ടാ നേരെ അല്ലെ? എസ് ഇങ്ങോട്ടാ. അപ്പൊ തീറ്റ എത്രയാണ്? 90 90. കോസ് 90 0 fs കോസ് 90 that is equal to 0. അപ്പം ഒരാള് തലയിൽ 1000 കിലോ ചുമന്നുകൊണ്ട് പോയാലും അയാൾ വല്ല വർക്കും ചെയ്യുന്നുണ്ടോ ഇൻഎഫക്റ്റീവില്? ഇല്ല. ഇല്ല. കാരണം എന്നാണ്? ഇല്ല. The direction of the force and displacement are perpendicular and 90 theta is equal to 90 cos 90 is equal to 0 so the total work is equal to 0. That is the minimum value of work. ഇങ്ങനെ ചോദിക്കാം കണ്ടീഷൻ ഫോർ മാക്സിമം വർക്ക് മിനിമം വർക്ക് ഒക്കെ ചോദിക്കുമ്പോൾ തീറ്റ 0 ആണ് മാക്സിമം വർക്ക്, തീറ്റ 90 ആണെങ്കിൽ മിനിമം വർക്ക് തീർന്നിട്ടില്ല. 3 കേസ് 3. ഞാൻ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു, പക്ഷെ തിരിച്ചാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളൊരു കല്ല് മുകളിലോട്ട് എറിയുന്നു അല്ലേ? സ്റ്റോൺ ത്രോ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ടേ ചോദിക്കുകയുള്ളൂ. അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോഴ്സ് എങ്ങോട്ടാ പോണേ? അല്ലെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ടല്ലേ പോണേ? മുകളിലോട്ട് പോകും. ആ കേസിലെ ആക്സലറേഷൻ ഡയറക്ഷനിലാണ്. സോ ദ ആക്സലറേഷൻ ആക്ടിങ് ഓൺ എ സ്റ്റോൺ ആറ്റ് മൂവ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഇങ്ങോട്ടാണ് എസ്, ആക്സലറേഷൻ താഴത്തോട്ടല്ലേ വലിച്ചു പിടിക്കണേ? ജി താഴത്തേക്ക് വലിച്ചു പിടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ മുകളിലോട്ട് എറിയുമ്പോൾ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നു? ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്. തീറ്റ എത്രയാണ്? ഒരു വെക്ടർ ഇങ്ങോട്ടും ഒരു വെക്ടർ ഇങ്ങോട്ടുമാണ്. തീറ്റയുടെ വാല്യൂ എത്രയാ? 180 ഡിഗ്രി. സോ വർക്ക് ഈസ് ഈക്വൽ ടു fs cos 180. cos 180 എത്രയാണ്? cos 1 പൈ എത്രയാ? cos 180 എത്രയാ? -1. സോ എത്രയായി? -fs. മനസ്സിലായി? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് വർക്ക് കൊണ്ട് ഡിഫൈൻ ചെയ്യും. അപ്പൊ ഓരോന്നിന്റെ ഓരോ എക്സാമ്പിളും കൂടെ ഇങ്ങനെ ഓർത്തിരുന്നില്ല. നെഗറ്റീവ് വർക്ക്, ദ ആക്സലറേഷൻ ആക്ടിങ് ഓൺ എ സ്റ്റോൺ വിച്ച് മൂവിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. എ മാൻ ഹു മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ വിത്ത് എ മാസ് ഓൺ ഹിസ് ഹെഡ്, തീറ്റ 90. മറ്റേത് സാധാരണ കേസ്. അപ്പം വർക്ക് 0 ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. 3 കേസും മനസ്സിലായല്ലോ. തീറ്റ 0 ആകുമ്പം വർക്ക് പോസിറ്റീവ് മാക്സിമം വർക്ക്, തീറ്റ 90 ആകുമ്പോൾ മിനിമം വർക്ക്, തീറ്റ 180 ആകുമ്പോൾ മാക്സിമം വർക്ക് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ പറയാം. ഇറ്റ്സ് എ മാക്സിമം വർക്ക് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. fs പറഞ്ഞാൽ മാക്സിമം വർക്ക് അല്ലേ? മുമ്പ് എഴുതിയതാ ഏറ്റവും മുകളിൽ. മാക്സിമം വർക്ക് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നല്ല രസമല്ലേ ഇത് പഠിക്കാൻ? നല്ല രസമാണ് ഇത്. നിങ്ങൾ ആ തീറ്റ എങ്ങനെ വന്നെന്നുള്ള ആംഗിളിന്റെ വാല്യൂ അറിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാനില്ല. എഴുതിയെടുത്തിട്ട് പറയാവോ? ഉം. 2010 മാർച്ച് ചോദിച്ച ചോദ്യം. A man tries to pull a rigid wall from a long time for a long time, but fails to displace it. What is the external work done by him? എത്രയാ? ഉറക്കെ അങ്ങ് പറയടോ. ഏതാണ് കണ്ടീഷൻ? അല്ല, എത്രയാണ് വർക്ക്? ചോദ്യം എഴുതിക്കോ. ചുമ്മാ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ചോദ്യം എഴുതിക്കോ. A man
ഒരു മനുഷ്യൻ, എ മാൻ, tries to pull a rigid wall for a long time. But fails to പരാജയപ്പെട്ട് ഡിസ്പ്ലേസ് ഇറ്റ്. ഇങ്ങനെയാണ് ചോദ്യം തന്നെ ഇത്രയും പഠിപ്പിച്ചതിനകത്ത്. വാട്ട് ഈസ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ഹിം? വാട്ട് ഈസ് ദ external work done by him? Option B suggests two conditions. For the work done by a force to be zero. രണ്ടിന്റെ ഉത്തരം പറഞ്ഞ് എഴുതിക്കേ. രണ്ടിന്റെ ഉത്തരം ബുക്കായിട്ട് പെട്ടെന്ന് എഴുതിക്കേ. മാർച്ച്. അതെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒന്നാമത്തെ ഉത്തരം പറഞ്ഞേ. ഒരു മനുഷ്യൻ ഒരു റിജിഡ് വാള് തള്ളാൻ വേണ്ടി കുറേ നേരമായി ശ്രമിച്ചു, പക്ഷെ പുള്ളി പരാജയപ്പെട്ടു. അവിടെ ചെയ്ത എക്സ്റ്റേണൽ വർക്കിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് എസ്. വർക്ക് ഈസ് ഈക്വൽ ടു 0. എടോ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വല്ലതും ഉണ്ടായോ? വർക്ക് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. എത്രയാ? 0. അപ്പൊ വർക്ക് എത്രയായി? 0. ഒരു മാർക്ക് പോയി കിട്ടി. കാർത്തിക്ക് മനസ്സിലായ ഉത്തരം എങ്ങനെയാ വന്നതെന്ന്? ഉള്ളു വലിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ വശത്തേക്ക് വലിച്ചു എന്നൊന്നുമല്ല അർത്ഥം. റിജിഡ് വാൾ ഉണ്ടോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. ബട്ട് ഹി ഫെയിൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അവന് വലിച്ചെടുത്തോട്ട് വന്നോ? ഇല്ല. വാൾ അനങ്ങിയോ? ഇല്ല. അതിന്റെ അർത്ഥം എന്നാ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? നടന്നില്ലെന്നല്ല, ഡിസ്പ്ലേസ്മെന്റ് 0. അയാൾ ചിലപ്പം അടുത്ത് കഴിഞ്ഞപ്പോ നടന്ന് വീട്ടിൽ പോയി കാണും. അടുത്ത ചോദ്യം ലക്ഷ്മി വായിച്ചേ. ഓപ്ഷൻ ബി. ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ട ചോദ്യം വരുമ്പോ നിങ്ങൾ ഉത്തരം എഴുതിയാൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെയൊക്കെ എല്ലാ പിള്ളേരോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂടത്തിൽ ചെയ്ത് പഠിക്കണം. ഓപ്ഷൻ ബി പറ. സജസ്റ്റ് 2 കണ്ടീഷൻ ഫോർ ദ വർക്ക് 0. വർക്ക് 0 ആകാനുള്ള 2 കണ്ടീഷൻ. ഒന്നെന്നാണ്?
ഇപ്പൊ പറഞ്ഞല്ലേ ഒന്നാമത്തെ കണ്ടീഷൻ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയ വർക്ക് എത്രയാവും? 0. 0. രണ്ടാമത്തെ കണ്ടീഷൻ ഏതാണ്? മുമ്പ് ഞാൻ പറഞ്ഞ cos theta 90 ആവുമ്പോ തീറ്റ 90 ആകുമ്പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉത്തരം എഴുതും? The direction of the displacement applied force and displacement are perpendicular. അങ്ങനെ പറഞ്ഞാൽ പോരെ? The direction of the applied force is perpendicular to the direction of the displacement, or theta is equal to 90 degree. കണ്ടോ, നല്ല ചോദ്യമല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ചോദ്യമല്ലേ? മനസ്സിലായി ചാപ്റ്റർ എന്നാ രസാന്ന്? ഒന്നും പഠിക്കാനില്ല, പക്ഷെ ഇങ്ങനെ കഥ പറഞ്ഞേച്ച് ചോദ്യം ചോദിക്കുമ്പം നിങ്ങൾ നോക്കിക്കോളൂ. 2010 മാർച്ചിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദ്യമായിട്ട് വന്നതാണത്. അല്ല ഈ ഒന്നാമതല്ല, ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒന്നാമത്തെ ഒരു ചോദ്യോടെ ഉണ്ട് അതിന്റെ കൂടെ തന്നെ. 1.5 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നു 1, 1, 2, 3 മാർക്കിന്റെ ചോദ്യമായി 2010 ചോദിച്ചുള്ളൂ. അതില്ല 2010 സെയില് പക്ഷെ ചോദിച്ചപ്പം 3, 2, 5, 1, 6 മാർക്കിന്റെ ചോദിച്ചു. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡെറിവേഷൻ 2015 ചോദിച്ചപ്പോൾ 2, 2, 4, 2, 6 മാർക്കിന്റെ ചോദിച്ചു. ഇവിടെ എനർജി ഗ്രാഫ് സിമ്പിൾ പെൻഡുലത്തിന്റെ. നമ്മളതെല്ലാം അടുത്ത ദിവസം പഠിക്കും. അപ്പൊ താങ്ക്സ് ടു ഓൾ, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്. ഇവിടം വരെയും വായിച്ച് പഠിച്ചിട്ടേ വരാവുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ആൻസർ എഴുതിയത് കാർത്തിയോടെ നോക്കിയിട്ട് 2 പേരുടെയും ഡിസ്കസ് ചെയ്തിട്ട് കിട്ടാത്ത ചോദ്യങ്ങളുടെ എല്ലാം കൂടെ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അത് തീരുമ്പോഴേ ഞാൻ യൂണിറ്റ് നമ്പർ 2 അയക്കും. എൻ്റെ ഒപ്പം എൻ്റെ കൂടെ പോരണം. എങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ ശരി. താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു.